അതെ, എൻ്റെ മാതാപിതാക്കളെ കൊന്നവൻ, ഹാരി പറഞ്ഞു. പക്ഷേ അവൻ അന്നേ പോയിരുന്നല്ലോ, അങ്കിൾ വെർണോൺ അക്ഷമയോടെ പറഞ്ഞു. ഹാരിയുടെ മാതാപിതാക്കളുടെ കൊലപാതകം വേദനാജനകമായ ഒരു വിഷയമായിരിക്കാം എന്നതിൻ്റെ ചെറിയ സൂചന പോലുമില്ലാതെ ആ ഭീമൻ മനുഷ്യൻ അങ്ങനെ പറഞ്ഞു. അവൻ തിരിച്ചു വന്നിരിക്കുന്നു, ഹാരി ഗൗരവത്തോടെ പറഞ്ഞു. പെറ്റോണിയ അമ്മായിയുടെ വൃത്തിയുള്ള അടുക്കളയും ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഫ്രിഡ്ജിനും വൈഡ് സ്ക്രീൻ ടെലിവിഷനും സമീപം ലോർഡ് വോൾഡിമോർട്ടിനെ കുറിച്ച് അങ്കിൾ വെർണണിനോട് ശാന്തമായി സംസാരിക്കുന്നത് വളരെ വിചിത്രമായി ഹാരിക്ക് തോന്നി. ലിറ്റിൽ വിങ്ങിങ്ങിലെ ഡിമൻഡേഴ്സിന്റെ വരവ് പ്രിവറ്റ് ഡ്രൈവിന്റെ മാന്ത്രികമല്ലാത്ത ലോകത്തെയും അതിനപ്പുറമുള്ള ലോകത്തെയും വേർതിരിക്കുന്ന വലിയ അദൃശ്യ മതിൽ തകർത്തതായി അവന് തോന്നി. ഹാരിയുടെ 2 ജീവിതങ്ങളും എങ്ങനെയോ ലയിച്ചു. എല്ലാം തലകീഴായി മാറി. ഡേഴ്സ്ലി ദമ്പതികൾ മാന്ത്രിക ലോകത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. മിസസ് ഫിഗിന് ആൽബസ് ഡംബിൾഡോറിനെ കുറിച്ച് അറിയാം. ഡിമൻഡറുകൾ ലിറ്റിൽ വിങ്ങിങ്ങിന് ചുറ്റും പറന്നുയരുന്നു. ഒരു പക്ഷേ ഇനി ഒരിക്കലും ഹോഗ്വാർട്സിലേക്ക് അവന് പോകാനും പറ്റില്ല. ഹാരിയുടെ തല കൂടുതൽ വേദനയോടെ മിടിക്കുന്നുണ്ടായിരുന്നു. മാറ് എന്ന് പെറ്റോണിയ അമ്മായി വെർണോണിനോട് മന്ത്രിച്ചു. മുൻപ് ഒരിക്കലും അവനെ നോക്കിയിട്ടില്ലാത്തതുപോലെ അവൾ ഹാരിയെ നോക്കുകയായിരുന്നു. പെട്ടെന്ന് ജീവിതത്തിൽ ആദ്യമായി പെറ്റോണിയ അമ്മായി തൻ്റെ അമ്മയുടെ സഹോദരിയാണെന്ന് ഹാരിക്ക് തോന്നി. ഈ നിമിഷം ഇത് എന്തുകൊണ്ടാണ് തന്നെ ഇത്ര ശക്തമായി ബാധിച്ചതെന്ന് അവന് മനസ്സിലായില്ല. ലോർഡ് വോൾഡിമോർട്ട് തിരിച്ചെത്തിയതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുന്ന മുറിയിലുള്ള ഒരേ ഒരു വ്യക്തി താനല്ലെന്ന് മാത്രമേ അവൻ അറിയാമായിരുന്നുള്ളൂ. പെറ്റോണിയ അമ്മായി മുൻപ് ഒരിക്കലും അവനെ ഇങ്ങനെ നോക്കിയിട്ടില്ല. അവളുടെ വലുതും വിളറിയതുമായ കണ്ണുകൾ അനിഷ്ടത്താലോ കോപത്താലോ ചുരുങ്ങിപ്പോയില്ല. ഹാരി ഇപ്പോൾ പെറ്റോണിയ അമ്മായിയോട് നേരിട്ട് സംസാരിച്ചു കൊണ്ട് പറഞ്ഞു. അതെ, അവൻ 1 മാസം മുമ്പ് തിരിച്ചെത്തി. ഞാൻ അവനെ കണ്ടു. ഡഡ്ലിയുടെ വലിയ തോളുകൾ അവൾ മുറുകെ പിടിച്ചു. നിർത്ത്, ഭാര്യയെയും ഹാരിയെയും മാറി മാറി നോക്കിക്കൊണ്ട് അങ്കിൾ വെർണോൺ പറഞ്ഞു. അവർക്കിടയിൽ വളർന്നു വന്നതായി തോന്നുന്ന അത്ഭുതകരമായ ധാരണയിൽ വെർണോൺ അമ്പരന്നു. ഈ ലോർഡ് വോൾഡിത്തിങ് തിരിച്ചെത്തിയെന്ന് നീ പറയുന്നു? അതെ, നിന്റെ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയവൻ. അതെ, ഇപ്പോൾ അവൻ നിന്റെ പിന്നാലെ ഡിസ്മെൻഡർമാരെ അയക്കുകയാണോ? അതേന്ന് തോന്നുന്നു, ഹാരി പറഞ്ഞു. ഓഹോ, അപ്പൊ എനിക്കെല്ലാം മനസ്സിലായി, അങ്കിൾ വെർണോൺ പറഞ്ഞു. അയാളുടെ മുഖം വീർത്തതായി തോന്നി. ഹാരിയുടെ കണ്ണുകൾക്ക് മുന്നിൽ അയാളുടെ വലിയ പേർപ്പിൾ മുഖം നീണ്ടു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ, അങ്കിൾ വെർണോൺ പറഞ്ഞു. തന്റെ ഷർട്ടിന്റെ മുൻഭാഗം ശരിയാക്കിക്കൊണ്ട് അയാൾ തുടർന്നു. നിനക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാം. എന്ത്? ഹാരി ചോദിച്ചു. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അങ്കിൾ വെർണോൺ അലറി. പെറ്റൂണിയയും ഡഡ്ലിയും പോലും അമ്പരന്നു. പുറത്തേക്ക് കടക്ക്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്യേണ്ടതായിരുന്നു. മൂങ്ങകൾ എന്റെ വീട് ഒരു വിശ്രമ കേന്ദ്രം പോലെയാക്കി. പുഡിങ്ങുകൾ പൊട്ടിത്തെറിച്ചു. ലോഞ്ചിന്റെ പകുതി നശിച്ചു. ഡഡ്ലിയുടെ വാല് സീലിംഗിൽ പറന്നു നടന്ന മേർജ്, പറക്കുന്ന ഫോർഡ് ആംഗ്ലിയ. മതിയായി, നീ പോ, പുറത്തേക്ക് പോ. ചെയ്തിടത്തോളം മതി, നീ ഇനി ഇവിടെ വേണ്ട. ആരെങ്കിലും കൊല്ലാൻ നടക്കുന്ന നിന്നെ ഇനി ഇവിടെ താമസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ ഭാര്യയെയും മകനെയും നീ അപകടത്തിലാക്കും. നീ ഞങ്ങൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കും. നിന്റെ ഉപയോഗശൂന്യമായ മാതാപിതാക്കളുടെ അതേ വഴിയിലൂടെയാണ് നീ പോകുന്നത്. പുറത്തേക്ക് പോ. ഹാരി അവിടെ തന്നെ വേരൂന്നിയിരുന്നു. മന്ത്രാലയത്തിൽ നിന്നുള്ള കത്തുകൾ, മിസ്റ്റർ വീസ്ലി, സീരിയസ് എന്നിവരെല്ലാം അവന്റെ ഇടതു കൈയിൽ ഉണ്ടായിരുന്നു. എന്തു തന്നെ ചെയ്താലും ഇനി വീട് വിടരുത്. നിങ്ങളുടെ അങ്കിളിന്റെയും അമ്മായിയുടെയും വീട് ഉപേക്ഷിക്കരുത്. ഇതൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്ന ഉപദേശങ്ങൾ. ഈ ഉപദേശങ്ങൾ അവന്റെ മനസ്സിൽ മിന്നി മാഞ്ഞു. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അങ്കിൾ വെർണോൺ ആക്രോശിച്ചു മുന്നോട്ടാഞ്ഞു.
അയാളുടെ ഭീമാകരമായ പേർപ്പിൾ മുഖം ഹാരിയുടെ അടുത്തേക്ക് വന്നു. അവന്റെ മുഖത്ത് തുപ്പൽ പതിഞ്ഞതായി അവന് തോന്നി. പോകൂ, അരമണിക്കൂർ മുമ്പ് നീ പോകാൻ തുടങ്ങിയതല്ലേ, പുറത്തു കിടക്ക്. ഇനി ഒരിക്കലും ഈ വാതിൽപ്പടി നീ ചവിട്ടരുത്. എന്തുകൊണ്ടാണ് നിനക്ക് ഇത്രയും പ്രാധാന്യം ഞങ്ങൾ ഇതുവരെ തന്നതെന്ന് എനിക്കറിയില്ല. മേഴ്സ് പറഞ്ഞത് വളരെ ശരിയാണ്. നീ ഒരു അനാഥനായി തന്നെ വളരണമായിരുന്നു. ഞങ്ങളുടെ നന്മ നിന്നെ സാധാരണക്കാരനാക്കാമെന്ന് ഞങ്ങൾ കരുതി. പക്ഷേ നീ തുടക്കം മുതൽ തന്നെ ചീഞ്ഞുപോയി. മതിയായി, എനിക്ക് മതിയായി. മൂങ്ങകളും. അഞ്ചാമത്തെ മൂങ്ങ ചിമ്മിനിയിലൂടെ വളരെ വേഗത്തിൽ താഴേക്ക് നീങ്ങി. അത് തറയിൽ തട്ടി ഉച്ചത്തിലുള്ള ഒരു നിലവിളിയോടെ വീണ്ടും വായുവിലേക്ക് സൂം ചെയ്തു. ഹാരി കൈ ഉയർത്തി കടും ചുവപ്പ് നിറത്തിലുള്ള കവറിലുണ്ടായിരുന്ന കത്തി പിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ അത് നേരെ അവന്റെ തലയ്ക്ക് മുകളിലൂടെ ഉയർന്ന് പെറ്റൂണിയ അമ്മായിയുടെ നേരെ പറന്നു. അവൾ ഒരു നിലവിളി പുറപ്പെടുവിച്ച് കൈകൾ കൊണ്ട് മുഖം പൊത്തി. മൂങ്ങ ചുവന്ന കവർ അവളുടെ തലയിലിട്ട് തിരിഞ്ഞ് നേരെ ചിമ്മിനിയിലേക്ക് പറന്നു. ഹാരി കത്തെടുക്കാൻ മുന്നോട്ട് കുതിച്ചു. പക്ഷേ പെറ്റൂണിയ അമ്മായി അത് തട്ടിത്തെറിപ്പിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കത് തുറക്കാം, ഹാരി പറഞ്ഞു. പക്ഷേ അത് പറയുന്നത് ഞാൻ കേൾക്കും. അതൊരു ഹൗളറാണ്. വേണ്ട പെറ്റൂണിയ, വെർണോൺ അമ്മാവൻ അലറി. തുടരുത്, അത് അപകടകരമാകാം. ഇത് ഇത് എനിക്കുള്ളതാണ്, പെറ്റൂണിയ അമ്മായി വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഇത് എന്നെ അഭിസംബോധന ചെയ്തിരിക്കുന്നു വെർണോൺ. നോക്കൂ, മിസ്സസ് പെറ്റൂണിയ ഡേഴ്സ്ലി, ദ കിച്ചൺ, നമ്പർ 4, പ്രിവറ്റ് ഡ്രൈവ്. അവൾ ഭയന്ന് ശ്വാസം പിടിച്ചു. ചുവന്ന കവർ പുകയാൻ തുടങ്ങിയിരുന്നു. തുറക്കൂ, ഹാരി അവളെ പ്രേരിപ്പിച്ചു. എന്തായാലും അത് തുറക്കും. ഇല്ല, പെറ്റൂണിയ അമ്മായിയുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. രക്ഷപ്പെടാനുള്ള വഴി തേടുന്നത് പോലെ അവൾ അടുക്കളയിൽ ചുറ്റും നോക്കി. പക്ഷേ വളരെ വൈകി. കവർ തീജ്വാലകളായി. പെറ്റൂണിയ അമ്മായി നിലവിളിച്ച് അത് താഴെയിട്ടു. മേശപ്പുറത്ത് കത്തുന്ന കത്തിൽ നിന്ന് പരിമിതമായ സ്ഥലത്ത് പ്രതിധ്വനിച്ചുകൊണ്ട് ഒരു ഭയാനകമായ ശബ്ദം അടുക്കളയിൽ നിറഞ്ഞു. പെറ്റൂണിയ, എന്റെ അവസാനത്തെ വാക്ക് ഓർക്കുക. പെറ്റൂണിയ അമ്മായി ബോധം കെട്ടു വീഴാൻ സാധ്യതയുള്ളതായി തോന്നി. അവൾ ഡെഡ്ലിയുടെ അരികിലുള്ള കസേരയിലേക്ക് ചാരി. കവറിന്റെ അവശിഷ്ടങ്ങൾ ചാരമായി. ഇതെന്താണ്? അങ്കിൾ വെർണോൺ പരുഷമായി ചോദിച്ചു. എന്ത്? ഇതൊക്കെ എന്താണ് പെറ്റൂണിയ? ഡെഡ്ലി അമ്മയെ നോക്കി വായ തുറന്നിരുന്നു. നിശബ്ദത തളം കെട്ടി. ഹാരി തന്റെ അമ്മായിയെ നോക്കി. പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലായിരുന്നു അവൻ. അങ്കിൾ വെർണോൺ ഭയത്തോടെ പറഞ്ഞു, പെറ്റൂണിയ. അവൾ തലയുയർത്തി. അവൾ ഇപ്പോഴും വിറയ്ക്കുകയായിരുന്നു. അവൻ അവൻ നിൽക്കേണ്ടി വരും വെർണോൺ, അവൾ ദുർബലമായി പറഞ്ഞു. എന്ത് എന്ത്? അവൻ അവൻ ഇവിടെ നിൽക്കുന്നു, അവൾ പറഞ്ഞു. അവൾ ഹാരിയെ നോക്കുന്നില്ല. അവൾ എഴുന്നേറ്റ് നിന്നു. അവൻ? പക്ഷേ പെറ്റൂണിയ, നമ്മൾ അവരെ പുറത്താക്കിയാൽ അയൽക്കാർ സംസാരിക്കും. അവർ എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കും. അവൻ എവിടെയാണെന്ന് അറിയാൻ അവർ ആഗ്രഹിക്കും. അതുകൊണ്ട് നമ്മൾ അവനെ ഇവിടെ നിർത്തണം. അങ്കിൾ വെർണോൺ കാറ്റുപോയ ഒരു പഴയ ടയർ പോലെയായി. പക്ഷെ പെറ്റൂണിയ അമ്മായി അയാളെ അവഗണിച്ചു. അവൾ ഹാരിയുടെ നേരെ തിരിഞ്ഞു. നീ നിന്റെ മുറിയിൽ തന്നെ ഇരിക്കണം, അവൾ പറഞ്ഞു. നീ വീട്ടിൽ നിന്ന് ഇറങ്ങരുത്. ഇപ്പോൾ ഉറങ്ങാൻ പോകൂ. ഹാരി അനങ്ങിയില്ല. ആ ഹൗളർ ആരിൽ നിന്നായിരുന്നു? ചോദ്യങ്ങൾ ചോദിക്കരുത്, പെറ്റൂണിയ അമ്മായി ആക്രോശിച്ചു. നിങ്ങൾക്ക് വിസാർസുമായി ബന്ധമുണ്ടോ? ഞാൻ നിന്നോട് ഉറങ്ങാൻ പറഞ്ഞു. എന്തായിരുന്നു അതിന്റെ അർത്ഥം? അവസാനത്തേത് ഓർമ്മയുണ്ടോ? കിടപ്പറയിലേക്ക് പോകൂ. ഇതൊക്കെ എന്താണ്? നീ ഞാൻ പറയുന്നത് കേട്ടില്ലേ? ഇപ്പോൾ ഉറങ്ങാൻ പോകൂ. അപ്പോൾ രണ്ടാമത്തെ അധ്യായം അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞ മേജ് അങ്കിൾ വെർണോന്റെ സഹോദരിയാണ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ അധ്യായവുമായി വീണ്ടും കാണാം.
അതുവരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.